ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാച്ചസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി മട്ടൻ സൂപ്പ് തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മൾ വീടുകളിൽ സൂപ്പ് തയ്യാറാക്കൽ തികച്ചും കുറച്ച് പേരെ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. എന്നാൽ വീടുകളിൽ തയ്യാറാക്കുന്ന സൂപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആയിരുന്നാലും നമ്മളിത് ഇപ്പോൾ ഇറച്ചിയൊക്കെ ഒന്ന് കഴുകി നീറ്റാക്കി എടുക്കുന്നതിൻ്റെ ആയിരുന്നാലും ഇതിപ്പോൾ ഞാൻ തലഭാഗത്ത് നിന്ന് കുറച്ചും കൈ കാല് അതുപോലുള്ള സൂപ്പിൻ്റെ ഐറ്റംസ് മാത്രം ചേർത്താണ് ഞാൻ ഈ സൂപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു കുക്കറിൽ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പച്ച മല്ലിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലി നമ്മൾ പൊടിയല്ല ചേർക്കുന്ന മല്ലി, മുഴുവൻ മല്ലി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ വില കൂടിയത് കാരണം ഞാൻ കുറച്ച് അളവിനെ ചേർത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ കൂടുതൽ ചേർക്കുക. അപ്പോൾ പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു പച്ചമുളക് 2 അപ്പോൾ ഞാൻ എരിവ് അധികം ഇല്ലാതെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കണക്കാക്കിയുള്ളതായത് കാരണം എരിവ് കുറച്ചുകൊണ്ടാണ് ഒരു പച്ചമുളക്. നമ്മൾ മുതിർന്നവർക്ക് നല്ല എരിവോട് കൂടി വേണമെങ്കിൽ ഒരു 3 പച്ചമുളക് ചേർക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി ഇതാണ്ട് ഇത്രയും ചേർത്തിട്ടുണ്ട്. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം ചെറിയ ഉള്ളി ചേർക്കാൻ പറ്റും അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നിർബന്ധമില്ല, താല്പര്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. തീരെ കുറയ്ക്കേണ്ട, മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉപ്പാണ്. നമ്മൾ ഉപ്പ് ഈ സൂപ്പ് ഐറ്റംസിലൊക്കെ അധികം കൂട്ടില്ല കേട്ടോ, ലേശം പേരിന് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുള്ളൂ. ഇതിൻ്റെ ഗുണമൊക്കെ പോകുമെന്നാണ് പറയുന്നത് ഉപ്പ് കൂടുതലായ. അപ്പോൾ പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഞാൻ ഒരു പച്ചമുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. പിന്നെ ഇതിലോട്ട് വലിയൊരു ഗ്ലാസ് ചെമ്പാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓവർ വെള്ളം വേണ്ട, ഒരു 3-3.5 ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ മുങ്ങിക്കിടക്കാൻ പാകത്തിന്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 പച്ചമുളകും എരിവിന് ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാനിത് ഫ്ലെയിം നല്ലവണ്ണം ഓണാക്കി വെച്ചിട്ട് 2 വിസിൽ അടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് 5 വിസിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് അടുപ്പിച്ചെടുക്കും. ഓരോ കുക്കർ അനുസരിച്ചാണ്. ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി മണമാണ്. നമ്മുടെ വീട്ടിൽ നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് നമ്മുടെ ഈ സൂപ്പ്. അപ്പോൾ ഇതുപോലെ ഇട്ടുണ്ട്. ഇത് നല്ല വൈറ്റമിൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നോമ്പ് സമയങ്ങളിലൊക്കെ ക്ഷീണം മാറാനൊക്കെ ഇത് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ നമുക്ക് കുറച്ച് കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു ഉന്മേഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാൻ സാധാരണയായി നമ്മളിവിടെ സൂപ്പ് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഈ പാർട്സൊക്കെ സെപ്പറേറ്റ് ആക്കി അരിച്ചെടുക്കുകയാണ് പതിവ്. എന്നിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അതായത് ഇതിൽ എല്ലുപൊടിയൊക്കെ കാണും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കോരി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി പിന്നെ അതിൻ്റെ കഷ്ണങ്ങളും ചാറും ഒക്കെ കൂടി ഇതുപോലെ ഒഴിച്ച് കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ ചെറുതായിട്ട് മഞ്ഞ കളർ ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. നല്ല മഞ്ഞ കളറിലാണ് നമ്മുടെ സൂപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ എടുത്ത് നീക്കി വയ്ക്കുക. നമ്മൾ ചേർത്ത ഉള്ളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നമ്മൾ 7 വിസിലടുപ്പിച്ചു. അത് കാരണം നമ്മുടെ സൂപ്പ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ ചൂട് സൂപ്പ് ഇതുപോലെ കോരി കുടിക്കുക. പിന്നെ എല്ലിൻ്റെ പൊടി നമ്മളിതിപ്പോൾ വെന്ത് പോയത് കാരണം ഇതിൽ പൊടിഞ്ഞ് കിടപ്പുണ്ടാവും. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതുപോലെ പാകത്തിന് എല്ലാം വേവിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പിലോട്ട് ഇത് മൊത്തത്തിലൊന്ന് ഒഴിച്ചു വയ്ക്കുക. ഇതുപോലെ ഞാൻ ഇതുപോലെ ഇങ്ങനെ സൂപ്പ് ലാസ്റ്റ് വരെയും ഇതെല്ലാം വെള്ളവും ആ പാത്രത്തിലോട്ട് വീഴും. എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ആക്കി ഇതിൽ നമുക്ക് ഇറച്ചിയൊക്കെ കഴിക്കാനുണ്ട്. അതുപോലെ ഇതിൻ്റെ ലിവർ ചേർത്തിട്ടുണ്ട്. വെള്ള ലിവറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളക്കരളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് കാരണം ഇത് സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. സൂപ്പായിട്ട് അത് കോരി കുടിക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.